ഹലോ ഗൈസ്, അപ്പം ഇന്നാണ് നമ്മളെ കാത്തിരുന്ന നിമിഷം. ഇന്ന് കല്യാണമാണ് കേട്ടോ. നല്ല മഴയാണ് ഇവിടെ, പെരും മഴ ചോരുന്നില്ലായിരുന്നു. ഇവരൊക്കെ കാറിൽ അങ്ങോട്ട് പോയി. ഞാനിനി നടന്ന് പോകണം ഗൈസ്. മഴ ചോർന്നിട്ട് ഇതാണ് ഗൈസിൻ്റെ ഡ്രസ്സ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിരുന്നുണ്ട്. ഒന്ന് ജൽവയൊക്കെ ഇത് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളിത് നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഒന്ന് ഹിൽ ഫോർട്ട് എന്നാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ പേര്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഇതാണ് ഞങ്ങളെ രണ്ടാമത്തെ മാമി. ഞങ്ങൾക്ക് എൻ്റെ ഉപ്പക്ക് 3 പെങ്ങന്മാരാണുള്ളത്. ഇത് ഏറ്റവും ഇളയ മാമിയാണ്. പിന്നെ മാമിൻ്റെ മോനാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്. ഇത് ഏറ്റവും മൂത്ത മാമിയാണ്. എൻ്റെ ഉപ്പൻ്റെ കുടുംബത്തിൽ 4 ആൾക്കാരാണുള്ളത്. അതിൽ 3ാമത്താണ് എൻ്റെ ഉപ്പ. പിന്നെ സിത്തൊക്കെ അങ്ങനെ ഓടി കളിച്ച് കുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഉമ്മയും നിസോനെയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ താത്ത പൊന്നുസ്കാക്കനോടൊക്കെ സംസാരിച്ചൊക്കെയായിരുന്നു. ഇതാണ് കേട്ടോ ചിന്നു താത്ത, വലിയ മാമിൻ്റെ മോളാണ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ചുങ്കത്താത്ത, ഇളയ മാമിൻ്റെ മോളാണ്. പിന്നെ ദൗസ്മികാക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. കുടുംബക്കാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അത് ദാനിഷ്കാക്കാണ്, എൻ്റെ വായിച്ചിൻ്റെ അനിയൻ്റെ മോനാണ്. പിന്നെ സ്നികാക്ക് നേരെ സ്റ്റേജിമൊക്കെ കയറി പോവാണ്. പിന്നെ ഞങ്ങളെല്ലാവരും സ്റ്റേജ് മേൽക്ക് പകുതി വരെ ആക്കാൻ പോയിരുന്നു. പിന്നെ മാമി അവനെക്കുറിച്ച് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു നാണം കൊണ്ടാണ് അങ്ങനെ നിൽക്കുകയാണെന്നാണ് മാമി പറയുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേജിമൊക്കെ കയറിപ്പോയി. ഇതാണ് കേട്ടോ സ്റ്റേജ്. അത്യാവശ്യം നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിസുട്ടന് നേരെ സ്റ്റേജിൽ കയറി. ഇത്രയും നേരം എന്തോ ബഹളമൊക്കെ ആയിട്ട് അട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാനും ഉമ്മൻ്റെ അടുത്ത് തന്നെ ഇരുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ ഓടിക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിമൊക്കെ കയറി. എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാമിയും ഓനൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. ജൽവ അവിടെ ഉണ്ട്. ഇതാണ് ഫിനുക്കാക്ക. ഓന് സൈഡിൽ കൂടി ഇടാനൊരു ഷാളുണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഉമ്മയൊക്കെ കൂടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്ത്. പിന്നെ ഇതാണ് ഞങ്ങളെ അമ്മച്ചി, ഉപ്പൻ്റെ ഉമ്മയാണ് കേട്ടോ. ഇതാണ് ഓലെ ഫാമിലി, 3 മക്കളാണുള്ളത്. പിന്നെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത്. പിന്നെ നിസുട്ടൻ എന്താ ഫുള്ള് പിന്നെയും കച്ചറിയും ഒക്കെ ആയിരുന്നു. പിന്നെ സിത്തുവിനെ നിച്ചുവിനെ ഒരേ ഡ്രസ്സായിരുന്നു. ഓലൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചിന്താത്തയും ചുങ്കത്താത്തയും താത്തയൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. മെറൂൺ ഡ്രസ്സ് ഇട്ടതാണ് ചുങ്കത്താത്ത, 3ാമത്തെ മാമിൻ്റെ മോളാണ്. കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് കുടുംബക്കാരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മളെ വായിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അളിയൻ്റെ ഉപ്പയാണ് കേട്ടോ. പിന്നെ താത്തൻ്റെ ഡ്രസ്സ് വരുന്നതാണ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത്. പിന്നെ ഇതാണ് ചിന്നു താത്ത കേട്ടോ. ഇത് എൻ്റെ ഉമ്മയും നിസോനൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ വർത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഡ്രസ്സിൻ്റെ കമൻറ്റ് ചെയ്യുക. പിന്നെ വായിച്ചമ്മച്ചൊക്കെ ആയിട്ട് ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹ തൊട്ടപ്പുറത്തേക്കെന്നാണ് കേട്ടോ അളിയൻ്റെ ഉമ്മ പറയുന്നത്. പിന്നെ ഞങ്ങളിതാ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണിച്ചപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ ഫ്രണ്ട്സായിട്ടും കുടുംബക്കാർ ബോയ്സും മാത്രമായിട്ടൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഫോട്ടോസൊക്കെ കിട്ടാൻ കുറച്ച് വൈകല്ലോ. ഫോട്ടോ കിട്ടിയിട്ട് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ. ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് നോക്കിയിരുന്നു. പിന്നെ സിത്തുനീച്ചും ജൽവയൊക്കെ ഫുള്ള് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ ഒരു തൂണിൻ്റെ അടുത്ത് നിന്ന് ചാരി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ താഴോട്ടേക്ക് പോയിട്ട് ഞാനും താത്തയും കൂടി പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്ത്. പിന്നെ ഞങ്ങൾ ഒറ്റക്കായിട്ട് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഒറ്റക്കല്ല എടുത്തത്, ഞങ്ങൾ 4 ആളെയും പിന്നെ കുറച്ചുകൂടി ആൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തത്. പിന്നെ അവിടെ പാട്ടും DJ ഒക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോയി നോക്കി. പക്ഷേ ഒട്ടുക്കത്തെ തിരക്കാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് കഴിച്ചിട്ടേ പോകുള്ളൂ. അവിടെ തിരിച്ച് കഴിക്കാറൊന്നും നിൽക്കില്ല. കഴിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് അത്രയേ ഉള്ളൂ. എന്നാലും നേരെ വൈകി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ഞങ്ങൾ കസിൻസിനൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഉമ്മച്ചിനെയും മേമനെയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓലൊക്കെ വന്നിട്ട് വേണം നമുക്കൊരു ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല, സിത്തും കഴിച്ചിട്ടില്ല. പിന്നെ ഓലൊക്കെ വന്നിട്ടുണ്ട്. എന്താ മേമയും ഉമ്മച്ചി പിന്നെ മോളിത്താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉപ്പച്ചിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കോയക്കാക്ക. കോയക്കാക്കൻ്റെ വൈഫാണ് കേട്ടോ മോളിത്താത്ത. കോയക്കാക്കയും മോളിത്താത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓലയൊക്കെ ആയിട്ട് സംസാരിച്ചെന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് കയറി. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണി പിന്നെ എന്തോ തൈരോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുപ്പി വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. ഒരു താത്ത അളിയനൊക്കെ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബെഞ്ചിൽ അവർ ഇരിക്കുന്നുണ്ടായിരുന്നു ഉമ്മച്ചൊക്കെ ആയിട്ട്. പിന്നെ അളിയനും ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടിപ്പുറത്ത് 2 അളിയന്മാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഓഡിറ്റോറിയത്തിൽ തന്നെ പിന്നെയും പോയി. കയറുന്ന ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെ കുറേ ആൾക്കാർ ഒറ്റക്കൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളതൊക്കെ നോക്കി ഇവിടെ ഇരിക്കുകയാണ്. എന്താ ഞാനൊക്കെ ക്ഷീണിച്ച് കഴിച്ചു. ഹെയറൊക്കെ ആകെ കോളായിട്ടുണ്ട്, മുടി കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണം. പിന്നെ അതാ അങ്ങോട്ട് പുതുക്കം പോകാൻ നേരത്തും എന്താ ഇവിടെ ഫോട്ടോ എടുക്കലായിട്ട് ഒരു കാറിൽ കയറാൻ നേരത്തതാണ് ഈ കാറിലാണ് പോകുന്നത്. ഓടി കാറിലാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കാറിൽ. ഇതിൽ അസുർക്കാക്കയും സ്മികാക്കയും 2 ക്യാമറമാനും പോലെയാണ് പോകുന്നത്. ബാക്കിയുള്ളത് വേറെ വേറെ കാറിലാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ വ്യൂ വരുന്നത് അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കൊണ്ട് നോക്കിയാൽ. പിന്നെ ലിസും കയറിയിട്ടുണ്ടായിരുന്നു ഒപ്പരം. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ സാജിമാമിൻ്റെ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സാജിമാമിൻ്റെ ഹസ്ബൻഡാണ് അപ്പുറത്തിരിക്കുന്നത്. പിന്നെ ജൽവ പോലെ മോളാണ് കേട്ടോ. ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് കാണാം. നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം അങ്ങനെ ഉള്ളായിരുന്നു. ഒരു 10-15 മിനിറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഓഡിറ്റോറിയം. ഞങ്ങൾ എല്ലാവരും നേരെ ഓഡിറ്റോറിയത്തേക്ക് പ്രവേശിച്ച് നമ്മൾ ഫുള്ള് പാട്ടും ബഹളമായിരുന്നു കാറിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഇതാണ് ഓഡിറ്റോറിയം. ഞങ്ങളൊക്കെ നേരെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനുണ്ട്. കാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് പുതിയ പിള്ളേർ അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ക്യാമറമാന് ഒരു പോസ്റ്റിൽ നിന്ന് ഫോട്ടോ എടുക്കാണ് കാറിൻ്റെ ഉള്ളിൽ തന്നെ.
ഞങ്ങൾ ഇതാ നേരെ വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഉള്ളിലോട്ടേക്ക് പോയി. ഇതാണ് സ്റ്റേജ്. അത്യാവശ്യം നല്ല ഭംഗിയിലൊക്കെ ഡെക്കറേഷൻ ചെയ്ത സ്റ്റേജ് ആയിരുന്നു. നമ്മളിതാ ഒരു സീറ്റൊക്കെ കണ്ടെത്തി അവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സൂം ചെയ്ത് പോർട്രേറ്റിലൊക്കെ ആക്കി നമ്മൾ ഇങ്ങനെ ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ കൊട്ടു കാക്ക. പിന്നെ പുതിയ എണ്ണതാ നേരെ അപ്പുറത്ത് ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ കയറി വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓല അവിടെ ഉണ്ടായിരുന്നു, ക്യാമറമാനൊക്കെ ഓലും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ഹോർലിക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, വെള്ളത്തിന് പകരം ഹോർലിക്സ്. പിന്നെ അതുപോലെ ഇതാ ഫോട്ടോ എടുക്കുന്നത് നോക്കി നിൽക്കുകയാണ് നമ്മളിവിടുന്ന്. പിന്നെ അതുപോലെ രണ്ടാളും ഇതാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. പിന്നെ ഞാനും ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ അവർക്ക് 2 ആങ്ങളമാരാണുള്ളത്, ഒരു കുടുംബക്കാരൊക്കെ കൂടി ഫോട്ടോ എടുത്ത്. പിന്നെ നമ്മളിതാ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെയും ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ അതിനുണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. പിന്നെ പുതിയ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളിതാ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അതിൽ ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ കയറുന്നതൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ടാക്കി ഇടുന്നുണ്ട്. പിന്നെ ഓലും അവിടെ നിന്ന് പുതുക്കത്തിന് ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് കാറിൽ കയറി പോവാണ്. നിസുട്ടൻ എന്താ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴ ആയിരുന്നു. പിന്നെ എൻ്റെ ഉപ്പച്ചി ഖത്തറിലാണ്. ഉപ്പച്ചിക്ക് വരാൻ പറ്റിയില്ല. ഉപ്പ പോയിട്ട് 2 മാസം ആയിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ലായിരുന്നു. ഉപ്പച്ചിക്ക് നല്ലോണം ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു വരാൻ, പക്ഷേ വരാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളിവിടെ എത്തിയിട്ട് ഓലിത് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പിന്നത്തൊക്കെയുള്ള നമ്മളെ കല്യാണ വിശേഷങ്ങൾ. രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ. രാത്രി ഒരു വൈകുന്നേരം പിന്നെ നമ്മളിതാ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ച് പൊറോട്ടയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ച്. പിന്നെ താത്ത ഓർക്ക് രണ്ടൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് പുതിയ വന്നതിന് ശേഷമുള്ള ഒന്നും തന്നെ എടുക്കാത്ത നല്ല പരിപാടിയായിരുന്നു. പാട്ടും ബഹളമൊക്കെ ആയിട്ട് കുറച്ച് ഫോണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.